ലക്ഷക്കണക്കിന് സ്വഹാബികളാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അന്ത്യപ്രഭാഷണം കേൾക്കാൻ വന്നത്. ഇന്ന് അറബ് രാജ്യങ്ങളിൽ അന്ത്യവിഷമം കൊള്ളുന്ന സ്വഹാബത്തിൻ്റെ ഖബറിൻ്റെ എണ്ണമെടുത്താൽ 10,000-ൽ താഴെയാണ്. ബാക്കിയുള്ളവർ എവിടെ പോയി? ബാക്കിയുള്ളവർ എങ്ങോട്ടൊക്കെ യാത്ര ചെയ്തു? അതിലുണ്ട് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു 30,000 സൈന്യങ്ങളുമായി പുഴ കടക്കാൻ പോകുമ്പോഴാണ് പാലമില്ല. പുഴ കടക്കാൻ പോകുമ്പോൾ പാലമില്ല, പുഴ കടക്കാൻ സൈന്യത്തിന് കഴിയില്ല. 30,000 സൈന്യം കൂടെയുണ്ട്. അപ്പോഴാണ് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, മുസ്തജാബു ദഅവയായ സ്വഹാബി, ചോദിച്ചാൽ അല്ലാഹു ഉത്തരം കൊടുക്കുമായിരുന്ന സ്വഹാബി, യാ ഖൈലല്ലാഹി ഇർകബീ, സൈന്യമേ കടന്നോളൂ പുഴയിലേക്ക്, കടന്നോളൂ പുഴയിലേക്ക്. പാലുണ്ടോ? ഇല്ല. ആഴമുള്ള വെള്ളമുണ്ട്. എവിടെ കടക്കും? എങ്ങനെ കടക്കും? യാ ഖൈലല്ലാഹി ഇർകബീ, 30,000-ഓളം വരുന്ന സൈന്യത്തോടാണ് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, സൈന്യമേ കടന്നോളൂ എന്ന് പറയേണ്ട താമസം ദഅവത്തിന് വേണ്ടി പോകുന്ന മഹാനായ സ്വഹാബിയുടെ ഈ ഒരു കമാൻഡ് വന്നപ്പോഴേക്കും ഘോരമായ ശബ്ദം കേട്ടു ഇവിടെ. ആ ശബ്ദം മറ്റൊന്നുമല്ല, മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെങ്കടലിനെ അല്ലാഹു വെള്ളത്തെ മാറ്റിക്കൊടുത്ത പോലെ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തിന് കടന്നു പോകാൻ ആ നദിയിലെ വെള്ളത്തെ അല്ലാഹു ഫ്രീസ് ചെയ്ത് ഐസ് പോലെ ആക്കി കൊടുത്ത് ഉറച്ച വെള്ളം ഐസായി മാറിയ രീതിയിൽ മഹാനായ സഅദ് തങ്ങളുടെ റളിയല്ലാഹു അൻഹുവിന്റെ 30,000 അടങ്ങുന്ന സൈന്യമാണ് ആ പുഴ മുറിച്ചു കടക്കുന്നത്. അല്ലാഹു നൽകുന്ന സൗഭാഗ്യമല്ലേ അത്? അല്ലാഹു നൽകുന്ന സൗഭാഗ്യമല്ലേ അത്? നമ്മളറിയണം, ഉഖബത്ത് ബിൻ നാഫിഅ റളിയല്ലാഹു തആല അൻ പസഫിക്കിന്റെ മുമ്പിലെത്തിയപ്പോഴാണ് പറയുന്നത്, സമുദ്രമേ എൻ്റെ മുമ്പിൽ നീ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇനിയും മുന്നോട്ട് പോയേനെ. അല്ലാഹുവേ, ദശ്ത് ഛോ ദശ്ത് ഹേ ദരിയാ ഭീ ന ഛോടാ ഹംനെ, ബഹർ സുലുമാത് മേ ദൗടാ ദിയാ ഖോടാ ഹംനെ. അല്ലാഹുവേ, ഈ അറ്റ്ലാന്റിക്കിൽ, ഈ പസഫിക് സമുദ്രത്തിൽ അല്ലാഹുവേ എൻ്റെ സൈന്യം അവരടങ്ങുന്ന കുതിരപ്പടകളുമായി ഞങ്ങൾ ഈ സമുദ്രത്തിൽ ഇറങ്ങാൻ തയ്യാറാണ്. പക്ഷേ കുതിര കോടാൻ കഴിയാത്ത വെള്ളമായി പോയി, അല്ലെങ്കിൽ ഞങ്ങൾ ഇനിയും മുന്നോട്ട് പോയേനെ എന്ന് പറഞ്ഞ ഉഖബത്ത് ബിൻ നാഫിഅ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാണ്. ആഫ്രിക്കയിലേക്ക് ചെന്നപ്പോൾ മഹാനായ ഉഖബ തങ്ങളുടെ കറാമത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ മുഴുവനും, ലോകം മുഴുവൻ അംഗീകരിക്കുന്ന സംഭവം. ഉഖബത്ത് ബിൻ നാഫിഅ തങ്ങൾ ആഫ്രിക്കയിലെത്തിയപ്പോഴാണ് പറയുന്നത്, നിറയെ സിംഹമുള്ള, പാമ്പുകളുള്ള, ജീവജാലങ്ങളുള്ള, ഹിംസ്ര ജന്തുക്കളുള്ള കാടിലേക്ക് നോക്കിയിട്ടാണ് മഹാനായ ഉഖബത്ത് ബിൻ നാഫിഅ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യാ അയ്യതുഹൽ ഗാബാത്ത്, കാടുകളോട് സംസാരിക്കുകയാണ്. അഖ്രിജി വുഹൂഷകി, നിന്റെ ഉള്ളിൽ കിടക്കുന്ന സർവമാന ഹിംസ്ര ജന്തുക്കള്, സിംഹവും പുലിയും കടുവയും എല്ലാം, അവരോടൊക്കെ പുറത്തു പോവാൻ പറയണം. വതആബീനകി, നിന്നിൽ കിടക്കുന്ന സർവമാന സർപ്പങ്ങളോടും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറയണം. വസിബാഅകി, അവിടെ ഉപദ്രവം ചെയ്യുന്ന മൃഗങ്ങൾ എല്ലാവരോടും ഇറങ്ങാൻ പറയണം. ഫഇന്ന മഈ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് ഈ നാട് വേണം, ഈ നാട് ഞങ്ങൾക്ക് വേണം. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ഭൂമിയില്ല, കാടല്ലാതെ. അതുകൊണ്ട് കാടിൽ കിടക്കുന്ന ജീവജാലങ്ങളെ നിങ്ങൾ ഞങ്ങൾക്ക് മാറിത്തരണം എന്ന്, ഇറങ്ങിത്തരണമെന്ന് പറയേണ്ട താമസം സിംഹം പോലും തൻ്റെ കുഞ്ഞുങ്ങളെ തെളിച്ചു പിടിച്ച്, കങ്കാരുകൾ തൻ്റെ കുഞ്ഞുങ്ങളെ വയറ്റിലാക്കിയിട്ട്, ഓരോ കുരങ്ങന്മാരവരുടെ മക്കളെ തോളിലേറ്റിയിട്ട്, പാമ്പുകളും ഇഴജന്തുക്കളും ഒന്നൊന്നായി കാടിറങ്ങി കൊടുത്തതിന്റെ ശേഷമാണ് ഉഖബത്ത് ബിൻ നാഫിഅ റളിയല്ലാഹു അൻഹു ആഫ്രിക്കയിലെ ദഅവത്ത് അവിടെ സ്ഥാപിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർ കൂടെ ചെന്നിട്ട് പറയാണ്, ഇറങ്ങണം, ഞങ്ങൾക്ക് വേണ്ടി മാറിത്തരണം. അതവ കേട്ടു, അനുസരിച്ചു. മഹാന്മാരായ സ്വഹാബത്തിന് അല്ലാഹു നൽകുന്ന കറാമത്തുകളായിരുന്നു അത്.